താനക്കാരം എന്ന സിനിമയ്ക്ക് ശേഷം ഡയറക്ടർ തമിഴിൻ്റെ അടുത്തൊരു ചിത്രം വരുന്നു. കാർത്തിയായിരിക്കും ഈ സിനിമയിൽ നായകനായി എത്തുക എന്നാണ് റൂമറുകൾ. ഒരുപക്ഷേ ഈ സിനിമ കാർത്തിയുടെ 28ാമത്തെ ചിത്രമോ അല്ലെങ്കിൽ 29ാമത്തെ ചിത്രമായിട്ടായിരിക്കും എത്തുക. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. സിനിമയിൽ ഇപ്പോഴത്തെ മൊത്തം 14 സോങ്സ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. കൂടാതെ തന്നെ സിനിമയുടെ ദൈർഘ്യം 3 മണിക്കൂറിന് മുകളിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. STR48 എന്ന സിനിമയ്ക്ക് ശേഷം സിംബുവിൻ്റെ അടുത്തൊരു ചിത്രമാണല്ലോ STR49. ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമ ഇപ്പോഴത്തെ സത്യജ്യോതി ഫിലിംസ് നിർമ്മിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഋഷഭ് ഷെട്ടിയുടെ വമ്പൻ ചിത്രമായ കാന്താര സിനിമയുടെ ഒരു വൻ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ ഇപ്പോഴത്തെ NTRും വന്നേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിലും വരും ദിവസങ്ങളിൽ ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേഷൻസ് എല്ലാം ഇനി പ്രതീക്ഷിക്കാം. ജയസൂര്യ മിഥുൻ മേനൽ കൂട്ടുകെട്ടിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ചിത്രമായിരിക്കും ആട് 3. സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോഴത്തെ ഈ മാസം തന്നെ വന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ കുറച്ച് മുമ്പ് മിഥുൻ മേനൽ തന്നെ ഈ സിനിമയുടെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് എല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവച്ചിരുന്നു. ഫഹദ് ഫാസിലിന്റെ നാനയ്ക്ക് വിപിൻ ദാസിന്റെ ഒരു ചിത്രം വരുന്നതായ റൂമറുകൾ. ബാദുഷയായിരിക്കും സിനിമ സംവിധാനം ചെയ്യുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ സിനിമയുടെ ഷൂട്ടെല്ലാം ജൂലൈയിൽ തന്നെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ഷൂട്ട് നടക്കുന്ന കമൽഹാസൻ ചിത്രമാണല്ലോ ഇന്ത്യൻ 2. സിനിമയുടെ ഒരു സോങ് ഷൂട്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. 500 ഡാൻസ് അടങ്ങുന്ന ഒരു വലിയൊരു മാസ് ഐറ്റം സോങ് ആണ് ടീം പ്ലാൻ ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം വർക്ക് ആരംഭിച്ച ഈ ചിത്രം മെയ് റിലീസായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ധ്രുവ് വിക്രമിനെ നാനയ്ക്ക് മാരി സെൽവരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ മാർച്ച് പകുതിയിലായിരിക്കും ആരംഭിക്കുക. സിനിമയിൽ ഇപ്പോഴത്തെ നായികയായി മലയാളത്തിൽ നിന്ന് ദർശന രാജധരനായിരിക്കും എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ മലയാളം സിനിമയിൽ തന്നെ വൻ വിജയത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണല്ലോ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം. സിനിമയുടെ ഒരു തെലുങ്ക് റൈറ്റ്സ് ഇപ്പോഴത്തെ സ്വന്തമാക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ചിത്രം തെലുങ്കിൽ മാർച്ച് 15 റിലീസ് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. രജനി ലോകേഷ് ചിത്രമായ തലൈവർ 171 സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നു. മെയ്യിലായിരിക്കും സിനിമയുടെ ഷൂട്ട് തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ സിനിമ ലോകേഷിന്റെ ഒരു സ്ഥിരം ചിത്രം പോലെ ഡ്രഗിനെ ബേസ് ചെയ്ത് ഇറക്കുന്ന ഒരു സിനിമയായിരിക്കില്ല എന്നും കൂടാതെ തന്നെ ഈ ചിത്രത്തിൽ രജനീകാന്ത് ഒരു നെഗറ്റീവ് റോളിലായിരിക്കും എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ. ചിയാൻ വിക്രം നായകനാവുന്ന ചിത്രമാണല്ലോ ചിയാൻ 62 എന്ന ചിത്രം. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ജോലികളെല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ ഈ മാസം തന്നെ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയിൽ ചിയാൻ വിക്രമിനെ കൂടാതെ തന്നെ SJ സൂര്യ, മലയാളത്തിൽ നിന്ന് സുരാജ്, അതുപോലെ ദുഷറയും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഇതെല്ലാം ഒഫീഷ്യലി തന്നെ കൺഫേം ചെയ്തൊരു അപ്ഡേറ്റും കൂടിയാണ്. ഇപ്പോൾ ഈ സിനിമയിൽ ചിയാൻ വിക്രമിൻ്റെ മകളായിട്ടായിരിക്കും ദുഷറ വിജയൻ എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഷൂട്ട് നടക്കുന്ന അജിത്തിന്റെ ചിത്രമാണല്ലോ വീടാമുയർച്ചി. സിനിമയുടെ ഫുൾ ഷൂട്ട് ഇപ്പോഴത്തെ ഈ മാസം കംപ്ലീറ്റ് ആകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ തൃഷയും അജിത് കുമാറുമുള്ള കോംബോ സീൻസാണ് ഷൂട്ട് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഇപ്പോഴത്തെ ഈ സിനിമയിൽ മലയാളത്തിൽ നിന്നൊരു യങ് ആക്ടറും ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. നിവിൻ പോളിയുടെ വളരെ പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്ന ചിത്രമായിരിക്കും ഡിജോ ജോസാനെ സംവിധാനം ചെയ്യുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രം. സിനിമയുടെ ഒരു സ്റ്റോറിയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ സ്റ്റോറി ഒന്ന് നോക്കാം. നിവിൻ പോളി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ആലപ്പറമ്പിൽ ഗോപി എന്നാണ്. ഇതിൽ ആ കഥാപാത്രം ഒരു തൊഴിൽ രഹിതനും കൂടിയാണ്. അദ്ദേഹം വീട്ടിൽ നിന്നൊരു യാത്ര പോവുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തത്തിൽ മാറുന്നതുമാണ് ഈ സിനിമയുടെ കഥ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഈ സിനിമയുടെ കഥയെല്ലാം നോക്കുകയാണെങ്കിൽ നിവിൻ പോളിയുടെ തന്നെ പടവെട്ട്, അതുപോലെ തന്നെ വടക്കൻ സെൽഫ് എന്ന സിനിമയുടെ എല്ലാം കഥ പോലെ തന്നെയുണ്ട്. എന്തായാലും ഈ സിനിമ നിവിൻ പോളിയുടെ വലിയൊരു കംബാക്ക് ആകുമെന്ന് പ്രതീക്ഷിക്കാം.